ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി ഈ നാരങ്ങ വെച്ചിട്ടാണ്. നാരങ്ങ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്കെങ്കിലും മനസ്സിലായി കാണും. നാരങ്ങ എന്ന് അതായത് മറ്റേ ഈ മുളകും ഉപ്പും വിനീഗറൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവം, അതാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അരിയുന്നതിന് ഞാൻ ഭയങ്കര സ്പീഡാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഇത് അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ നേരം എടുത്ത്, അത്രയ്ക്കും സമയമെടുക്കും ഇത് അരിയാൻ വേണ്ടിയിട്ട്. സോ അവസാനത്തെ ആ ഒരു ഇത് ആലോചിച്ചപ്പോൾ എനിക്ക് മടിയൊന്നും തോന്നിയില്ല. കാരണം ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിലും അരിഞ്ഞു. രണ്ടെണ്ണേ ഉള്ളൂ എങ്കിലും ഇച്ചിരി പാടാണ് ഇത് അരിയാൻ വേണ്ടിയിട്ട്. ഒരെണ്ണം അരിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പകുതി താഴ്ത്ത് തൊലി വീഴും. ഇതൊക്കെ കണ്ട് പ്രാന്ത് പിടിച്ചിട്ടും ഞാൻ അരിയൽ നിർത്തിയില്ല. കാരണം അവസാനത്തെ ആ ഒരു ടേസ്റ്റ് തന്നെയല്ലോ. അരിയുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ണിലേട്ടൊക്കെ തെറിച്ച് വീഴും. അയ്യോ, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഒരെണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത നാരങ്ങ മുറിക്കണമല്ലോ, പിന്നെ അടുത്തതെടുത്ത് അത് മുറിച്ച് വന്നപ്പോഴത്തേനും തൊലി വന്നില്ല. ഭയങ്കര കട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയാണ്. പക്ഷേ മറ്റേ കാര്യമൊക്കെ എടുത്തപ്പോഴത്തേനും ചാണെന്ന് വിചാരിച്ച് ഞാൻ കഷ്ടപ്പെട്ട് അത് അരിഞ്ഞ് എടുത്തു. പിന്നെയും സ്പീഡാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൊളാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും സ്പീഡിലാക്കി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അവസാനത്തെ ഇത് വേണമല്ലോ നമുക്ക്. അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് കഷ്ടപ്പെട്ടു. ഒരു കണക്കിന് അത് കഴിഞ്ഞ് ഇപ്പം കഴിയും. ഇച്ചിരി കൂടെ ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കഴിഞ്ഞത്. കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടേ? നമുക്ക് ഉപ്പിടാം. ഇല്ല ഗൈസ്, കട്ട് ചെയ്തില്ല. അതാണ് എനിക്ക് എന്തോ ഒരു ഇത് തോന്നിയത്. കട്ട് ചെയ്തില്ലായിരുന്നു. ഇതിനിപ്പോൾ ഇതുവഴി തന്നെ ഞാൻ വായിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയില്ല, തൊണ്ട കെട്ടി നിൽക്കും. അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ചെറിയ പീസ് ആക്കണമെന്ന് ഞാൻ വിചാരിച്ചു. വെറുതെ എന്തിനാ ചെറുതാക്കി എടുക്കാൻ പാടാം. ഇതാകുമ്പോൾ ഒറ്റ കയ്യിലങ്ങോട്ട് വായിലേക്ക് ഇറക്കാമല്ലോ. ഇനി കുറച്ച് മുളക് പൊടി മതി. അധികം മുളക് പൊടി തിന്നണ്ട. ഇനി നമുക്ക് ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു സാധനം കൂടെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഈ ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റാണ് കൂടുതലും എടുത്ത് നിൽക്കുന്നത്. എൻ്റെ മുളക് പൊടിയിൽ എന്തോ ഉണ്ട പോലത്തെ എന്തൊരു സാധനം ഉണ്ടായിരുന്നു. അത് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ അകത്ത് മുളക് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കാണുമ്പോഴാണ് വായിൽ നിന്ന് വെള്ളം വരുന്നത്. മണത്ത് നോക്കുമ്പോൾ വിനീഗറിൻ്റെ ഒരു മണം മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അവസാനത്തിന് വേണ്ടിയിട്ടാണല്ലോ. എത്തി. ഇനി ഒരെണ്ണം എടുത്ത് വായിലേക്ക് വെച്ചാണ്ടല്ലോ സ്വർഗം കാണും. കൊള്ളാം കേട്ട. പക്ഷെ ഒരു എന്തോ ഒരു ഇത് കുഴപ്പമില്ല. ചെറിയൊരു ചവർപ്പ് പോലെ ഉണ്ട്. കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണം. ബൈ.